ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡിയോ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നത് നമ്മളുടെ ഇൻഡിക്കേറ്റർ ചെക്കപ്പ്, ബസർ, സ്പീഡോമീറ്റർ, ഹെഡ്ലൈറ്റ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അതുണ്ടായില്ല. അപ്പോൾ ബാക്കിയത്തെ വർക്ക് ഇൻഡിക്കേറ്റർ, ബസറും അതേപോലെ സ്പീഡോമീറ്ററിൻ്റെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഈ ഹോണിൻ്റെ ഒരു സ്വിച്ചും കൂടി ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് അതും കൂടി കൂട്ടത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ സ്വിച്ച്, ബസർ മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. സ്പീഡോമീറ്ററിൻ്റെ കേബിളും ഈ വീലിൻ്റെ ഉള്ളിലുള്ള ക്രൗണും പിനിയൻ പ്ലാസ്റ്റിക്കിൻ്റെ ഗിയർ സെറ്റാണ്, അതുകൂടി മാറ്റിയിട്ടാണ് റെഡി ആക്കിയാണ് കേട്ടോ. സ്പീഡോമീറ്ററിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് വന്ന് പിടിക്കുന്ന ഭാഗമുണ്ടല്ലോ, ആ ബോൾട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന ഭാഗത്ത് ത്രെഡ് കംപ്ലൈൻ്റ് ആണ്, ആ ഒടിഞ്ഞു പോയേക്കാണ് അതുമേന്ന് കേട്ടോ. ഞാൻ തൽക്കാലം ടൈ ചെയ്ത് പിടിപ്പിച്ചിട്ടാണ്, വർക്കിംഗ് ആയിക്കോളും കുഴപ്പമില്ല. കാരണം അത് നമുക്ക് മെക്കാനിസം ഇത് ഫുൾ സെറ്റ് അസംബ്ലി ആയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് വർക്ക് ചെയ്തോളും, കുഴപ്പമില്ല. വർക്ക് ഇനി പെട്ടെന്നെങ്ങനെ പോകുമെന്നറിയില്ല. തൽക്കാലത്തേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അസംബ്ലി ഇതേപോലെ ഫുൾ സെറ്റ് മാറ്റിയാലാണ് റെഡി ആവുള്ളൂ. അപ്പോൾ അത് ഒടിഞ്ഞിരി, കാരണം ഞാൻ പഴയത് അതും ഇരുന്നിട്ട് കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ടിരുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇരുന്ന ആ സാധനം സ്റ്റക്കായിട്ടിരുന്ന് ഒടിഞ്ഞു പോയേക്കണം. അത് നമ്മൾ അഴിക്കുമ്പോൾ ഒടിഞ്ഞ് പോയേക്കണേ അത്. അപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ, ബസർ അതേപോലെ തന്നെ ഹോണ്ട സ്വിച്ച്, സ്പീഡോമീറ്റർ അടക്കം ചെയ്തേക്കണം. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ബ്രേക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ നമുക്ക് സർവീസ് വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കണം വർക്ക് കേട്ടോ.